Dear students, welcome to the class പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ തുടങ്ങി. എന്താണ് പോർട്ട്ഫോളിയോ എന്നുള്ളത് അവിടെ പറഞ്ഞിരുന്നു. പോർട്ട്ഫോളിയോ ഈസ് എ മിക്സ്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മിക്സിനെയാണ് എന്താ പറയുക, പോർട്ട്ഫോളിയോ എന്ന് പറയുക. അപ്പോൾ എന്താണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. Portfolio management is both an art and science. It is a dynamic decision-making process about investment. It is continuous and systematic but also requires a great deal of judgment. Investment management, also called portfolio management. It is a branch of investment analysis that looks into the process of managing investment. Portfolio management is a disciplined approach to choosing and prudently managing the best mix of investment. അപ്പോൾ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മുടെ എമൗണ്ട്, നമ്മുടെ ക്യാഷ് നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതാണ് എന്ത്, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്. ഇപ്പോൾ എൻ്റെ പൈസ എനിക്ക് വേണമെങ്കിൽ ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഡിബഞ്ചറിൽ പ്രിഫറൻസ് ഷെയർ, ഇക്വിറ്റി ഷെയർ, അങ്ങനെ പലതരം ക്രൈറ്റീരിയാസ് എൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ ഓരോ കമ്പനീസിൻ്റെയും ഓരോന്ന് എനിക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു കമ്പനീൻ്റെ ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ വേറെ കമ്പനീൻ്റെ ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പല രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാം, എൻ്റെ ക്യാഷ് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പല മെത്തേഡുകൾ എൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നത് പല കമ്പനീസിൻ്റെ പലതുമായിരിക്കും ഞാൻ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ മിക്സിനാണെന്ന് പറയാം പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, പോർട്ട്ഫോളിയോ എന്ന് പറയാം. Then portfolio management is the art and science of making decision about investment mix and policy, matching investment to objectives, asset allocation for individuals and institutions, and balancing risk versus performance. It is also about the strengths, weaknesses, opportunities and threats in the choice of department versus equity, domestic versus international growth, etc. So growth versus, അതായത് ഇപ്പോൾ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനിഷനാണ് മേലെ പറഞ്ഞത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ പ്ലാനിങ്, സൂപ്പർവിഷൻ, ടൈമിംഗ്, rationalism and convertism in the selection of securities to meet investors' objectives. It is the process of selecting list of securities that will provide the investor with the maximum yield constant. അപ്പോൾ ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. എപ്പോഴും നമ്മൾ ഇൻവെസ്റ്ററുടെ ഭാഗത്തു നിന്നാണ് ചിന്തിക്കുക. ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഏറ്റവും കൂടുതൽ എന്ത് കിട്ടണം, ഇൻകം കിട്ടണം. ഇൻകം അല്ലെങ്കിൽ റിട്ടേൺ കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, പോർട്ട്ഫോളിയോ മാനേജ് ചെയ്ത് കൊടുക്കേണ്ടത്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്. സ്റ്റേബിൾ കറൻറ്റ് റിട്ടേൺ, നമ്മുടെ ലക്ഷ്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മാക്സിമം റിട്ടേണും മിനിമം റിസ്ക്കും ആയിരിക്കും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ, സ്റ്റേബിൾ കറൻറ്റ് റിട്ടേൺ. One of the main objectives of portfolio management is to ensure a stable return. Once investment safety is guaranteed, the portfolio should bring a steady current income. The current return should at least match the opportunity cost of the funds of the investor. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചുള്ള റിട്ടേൺ നമുക്ക് എന്ത് ചെയ്തിരിക്കണം, കിട്ടിയിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം, കോൺസ്റ്റൻ്റ് ആയിരിക്കണം. മീൻസ് ദെൻ മാർക്കറ്റബിലിറ്റി. A good portfolio consists of investment which can be marketed without difficulty. If there are too many unlisted or inactive shares in our portfolio, we will face problems in encasing them and switching from one investment to another. അപ്പോൾ നമ്മൾ പോർട്ട്ഫോളിയോ എപ്പോഴും മാർക്കറ്റബിലിറ്റി ഉള്ള ഒരു ഷെയറിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതായത് അല്ലാത്ത പക്ഷം ഇപ്പോൾ പറഞ്ഞില്ല, അൺലിസ്റ്റഡ് അല്ലെങ്കിൽ ഇന്നാക്റ്റീവായിട്ട് ഷെയർ ആകുമ്പോൾ കമ്പനീസിൻ്റെ ഷെയർ മാർക്കറ്റിൽ ആക്റ്റീവ് അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വേസ്റ്റ് ആയിപ്പോവും, ഒരു കാര്യം ഇല്ലാതായിപ്പോവും. എപ്പോഴും എന്താ പറയുക, മാർക്കറ്റബിലിറ്റിയുള്ള ഷെയർ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ടാക്സ് പ്ലാനിങ്. Since taxation is an important variable in total planning, a good portfolio should enable its owner to enjoy a favorable tax plan. The portfolio should be developed considering not only income tax but capital gains tax and gift tax as well. അപ്പോൾ നമ്മൾ ഒരു പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ആരെയും കൂടെ ഫേവറബിൾ ആയിരിക്കണം,
ഇൻവെസ്റ്ററെ ഫേവറബിൾ, അതായത് ടാക്സ് പ്ലാനിങ്ങിനും കൂടെ വേണം. നമ്മൾ ഇൻകം ടാക്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അടയ്ക്കുന്നുണ്ട്, ടാക്സ് നമ്മൾ അടച്ചു കൊടുക്കണം. അപ്പോൾ ആ ടാക്സ് അടയ്ക്കാൻ നമുക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഷെയർ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. Then appreciation in the value of capital. A good portfolio should appreciate in the value in order to protect the investor from any erosion in the purchasing power due to inflation. In other words, a balanced portfolio must consist of certain investments which tend to appreciate in real value after adjusting for inflation. അപ്പോൾ നമ്മൾ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അസറ്റിൻ്റെ വാല്യൂ എന്താ ചെയ്യണം, കൂടുകയായിരിക്കണം. ഡിപ്രീസിയേഷൻ അല്ല സംഭവിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, അപ്രീസിയേഷനാണ് സംഭവിക്കേണ്ടത്, കൂടുകയായിരിക്കണം ചെയ്യേണ്ടത്. ദെൻ ലിക്വിഡിറ്റി. ദ പോർട്ട്ഫോളിയോ ഷുഡ് എൻഷുർ ദാറ്റ് there are enough funds available at short notice to take care of the investors' liquidity requirements. It is desirable to keep a line of credit from a bank for use in case it becomes necessary to participate in right issues or for any other personal needs. അപ്പോൾ എപ്പോഴും ലിക്വിഡ് ആയിരിക്കണം. നമ്മുടെ ഷെയർ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാൾക്ക് കൊടുത്ത് എൻകാഷ് ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇൻവെസ്റ്റേഴ്സ് ലിക്വിഡിറ്റി ആയിരിക്കണം. നമുക്ക് പെട്ടെന്ന് ചെയ്ത് എന്ന് പറയാൻ നോട്ടീസ് കൊടുത്ത് നമ്മൾ ഷെയർ തിരിച്ച് വാങ്ങാൻ, നമ്മളെ എമൗണ്ട് തിരിച്ച് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഇതിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. Safety of the investment. This is all the more important. The investment should be absolutely safe. Other considerations like income growth, etc. only come into the picture after the safety of investment is ensured. അപ്പോൾ നമ്മൾ ഇൻകവും റിസ്ക്കും ഒക്കെ കൺസിഡർ ചെയ്ത് അടുത്ത് നമ്മൾ എന്താ നോക്കുക, സേഫ് ആണോ. ഇപ്പോൾ എല്ലാത്തിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്താണ്, നമ്മളെ പണം സേഫ് ആണോ എന്ന് നമ്മൾ നോക്കണം. നമുക്ക് റിട്ടേൺ കിട്ടും, റിസ്ക് ഉണ്ടാവും, അതൊക്കെ ഓക്കെ. പക്ഷേ നമ്മളെ മണി എന്തായിരിക്കണം, സേഫ് ആയിരിക്കണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി എന്തായിരിക്കണം, സേഫ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. ഇതെന്ത് ചെയ്യുക, ക്ലാസ് എഴുതിയെടുക്കുക, എന്നിട്ട് ജസ്റ്റ് പഠിക്കുക. ഓക്കെ, താങ്ക് യു.